ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ശുഭചിന്തകളോടെയും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും നമുക്ക് ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി സർവവും നമുക്ക് വേണ്ടുന്ന എല്ലാ ഈശ്വര നിശ്ചയമായ കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് അങ്ങനെയുള്ള ജീവിതം ആസ്വദിച്ച് ആനന്ദ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാവട്ടെ നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്ന് ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഹയസ്റ്റ് 224 ആൾക്കാർ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഏറെ സന്തോഷം. എല്ലാവർക്കും നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നിങ്ങളാണ് എന്നെ ഓരോ ദിവസവും എൻ്റെ ഊർജം നൽകുന്നത്, എനിക്ക് സംസാരിക്കാനുള്ള ഊർജം നൽകുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് നിങ്ങളോട് നന്ദി. അവരൊക്കെ കയറി വന്ന് ഒരാളും പുതിയ ആൾക്കാർ ഗ്രൂപ്പിൽ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സാർ അത് പഠിപ്പിച്ച് ഞങ്ങൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊരാൾ എന്നോട് പറഞ്ഞു 20-20-20 പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തില്ലേ, കഴിഞ്ഞ പ്രിൻസിപ്പിൾ പിറ്റേ ദിവസം യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്ത ആൾക്ക് അറിയാതെ തന്നെ അയാൾ രാത്രി ചെയ്തതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അക്കൗണ്ട്സിൽ 2000 റുപ്പീസ് വന്നിരിക്കുന്നു. എവിടെ നിന്ന് വന്നൊന്നുമില്ല, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത പൈസ വന്നിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഞാൻ പോലും പ്രാക്ടീസ് ചെയ്യാതെ ഞാൻ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു, അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ, ആ സന്തോഷത്തെക്കാൾ കൂടുതൽ പിന്നെന്ത് വേണം? എന്റെ ധനം അതല്ലേ, നിങ്ങൾക്ക് അത് ലഭിക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ധനം, അല്ലേ? വിജ്ഞാനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്ന കാര്യം പോലെ തന്നെ. അപ്പോൾ നമുക്ക് തയ്യാറാവാം. ഇന്നത്തെ സൂപ്പർ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് റെഡിയല്ലേ? കുറേ സമയം ഇരുന്ന് നിങ്ങൾ ആരും മുഷിഞ്ഞിട്ടില്ല എന്നറിയും. കാരണം ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് ആരും മുഷിയാറില്ല, മുഷിയുന്നവർ ഇങ്ങോട്ട് വരാറുമില്ല എന്നുള്ള. റെഡി? യെസ്. സന്തോഷത്തോടു കൂടി റെഡിയാവുക. സന്തോഷത്തോടെ ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഇതേപോലെ യൂട്യൂബ് വീഡിയോന്റെ താഴെ അതേ കമന്റുകൾ കാണാൻ വരുന്നത് എന്ത് സന്തോഷമാണെന്നറിയാം. 10,000 2,000 മെസ്സേജുകളൊക്കെ താഴെ ഇങ്ങനെ കാണാം. ഐ എം ഹാപ്പി ആൻഡ് റെഡി. എല്ലാവർക്കും ഇത് ശീലമായി മാറി. 2 കാര്യങ്ങൾ അല്ലെ, രാവിലത്തെ ക്യാപ്സൂള്, വൈകിട്ടത്തെ ക്യാപ്സൂൾ പോലെ ക്യാപ്സൂളുകൾ ഉണ്ട് നമുക്ക്. വളരെ സന്തോഷം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലേ, എല്ലാവരും നേരിടുന്ന വിഷയം അല്ലേ? നിങ്ങൾ എല്ലാവരും ഈ വിഷയം നേരിടുന്നുണ്ടല്ലോ. എന്താണ്? മണി ബ്ലോക്സ്. നേരിടുന്നവർ പറയൂ, ഞാൻ നേരിടുന്നു. യെസ്, മണി ബ്ലോക്സ്. എത്ര പേര് നേരിടുന്നു? ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ ക്ലാസ്സിൽ ഇത്രയും ദിവസം ഇരുന്നിട്ട് ആരെങ്കിലും ഞാൻ മണി ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെവി പിടിച്ചാട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി മണി ബ്ലോക്സ് ഇല്ല, ഇനി ഉണ്ടാവരുത്. പിന്നെ നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നിന്ന് എന്താ, നിങ്ങൾക്ക് അറിയാം മണി ബ്ലോക്സ് എന്താണ്, അത് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്നത് പുതിയ വന്ന ആൾക്കാർക്കും യൂട്യൂബിൽ ഇനി വരുന്ന ആൾക്കാർക്കാണ്. അവരിത് മനസ്സിലാക്കണം. നമുക്ക് മണി ബ്ലോക്സ് ഇല്ല, ആർക്കുമില്ല. ആവശ്യാനുസരണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ്. പക്ഷെ അത് പറയാൻ പോകുന്നു. നിങ്ങൾ ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോ ഒരു കോൺട്രവേഴ്സി ആവാതെ സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ചില നഗ്ന സത്യങ്ങൾ മലയാളികളുടെ കേരളത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ചില നഗ്ന സത്യങ്ങൾ ചിലപ്പോൾ രാവിലെ നടന്ന 2 കാര്യങ്ങൾ നടന്നു. വളരെ ഗുഡ്, താങ്ക് യു. ചില നഗ്ന സത്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധയോട് മാത്രമേ പറയാറുള്ളൂ. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും മതവികാരങ്ങളോ ആയിട്ട് എവിടെയും ടച്ചായി പോയാൽ ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല, ബോധപൂർവം മാത്രമാണ് എന്നറിയുക. കാരണം വേറെ വഴിയില്ല. ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാവേണ്ടത്. സാമൂഹിക പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ പർപ്പസിൽ പറഞ്ഞേ പറ്റുള്ളൂ, അല്ലെ? ഗുരുദേവൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ. ഗുരുദേവൻ അതിന് സാമൂഹിക പരിവർത്തനത്തിനുണ്ടായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, അവനവനെ അറിയുകയാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ അതാണ് കണ്ണാടി പ്രതിഷ്ഠ. ഇന്ന് അതേ ഗുരുദേവന്റെ പേരിൽ തമ്മിലടിക്കുന്ന മതമില്ല, ജാതിയില്ല, മനുഷ്യനുമായ നന്നായാൽ മതി എന്ന് പറയുന്ന അതേ ഗുരുദേവനെ ആരാധിച്ചുകൊണ്ട് മതത്തിന്റെയും ജാതിയുടെയും കഥ പറയുന്ന കാലഘട്ടമാണ്. തിരിച്ചറിവുണ്ടാവേണ്ടത് നമുക്കാണ്. നമ്മുടെ ചുടുചോറ് തീറ്റിക്കുന്ന ഇവർക്കെല്ലാം തിരിച്ചറിവ് നമുക്കാണെന്നറിയാം. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു. സിമ്പിളാണ് പറയുന്നത്, കൂടുതലൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കാം. ബാക്കി നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാം. പണവുമായി ബന്ധപ്പെട്ട്
നമ്മൾ നേരിടുന്ന യഥാർത്ഥമായ വിഷയം എവിടെയാണ്? പണവുമായി ബന്ധപ്പെട്ട നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന വിഷയം നമ്മൾ എടുത്തുകൊണ്ടുവന്ന നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേട്ടുവന്ന കുറേ അരുതായ്മകളാണ്. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു, അരുതായ്മകൾ. ഒരാൾ, ഞാൻ സിമ്പിളായിട്ട് പറയാം, കോൺസെപ്റ്റ് വേറെ രീതിയിൽ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം പറയാം. ഒരാൾ 5 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായം തുടങ്ങിയാൽ അവന്റെ പേര് അടുത്ത കാലത്ത് വരെ ബൂർഷ എന്നായിരുന്നു. ഒരാൾ നല്ലൊരു ബിൽഡിംഗ് കെട്ടിപ്പടുത്താൽ അവന്റെ പേരിന്റെ പിറകിൽ ഒരു സാധനം ചേർക്കപ്പെടും, മുതലാളി. ഒരാൾ ഒരു തയ്യൽ കട 5 പേരെ വെച്ചിട്ടുള്ള തയ്യൽ കട പറഞ്ഞാൽ അവന്റെ പേര് മുതലാളി. ഇതെന്താ സംഭവിക്കുന്ന വെച്ചാൽ അടുത്തവൻ ഇത് ചെയ്യാൻ പോകുമ്പോൾ അവൻ ഒന്ന് പേടിക്കും, അവൻ സമൂഹം ഒറ്റപ്പെടുത്തും. പണമുള്ളവനെയൊക്കെ വിളിക്കുന്ന പേര് ദുഷ്ടൻ. ദുഷ്ടതയോട് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്: പണം സമ്പാദിക്കുന്നത് ദുഷ്ടതയെ കൊണ്ടുവരും എന്ന കൃത്യമായ കോൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. നല്ലൊരു വീട് ഒരുത്തം വെച്ചാൽ എവിടുന്നോ തട്ടിപ്പറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എങ്ങനെ അവൻ ഉണ്ടാക്കാൻ പറ്റും? ഗൾഫുകാരൻ ഗൾഫിൽ വന്ന് കാശുണ്ടാക്കി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ആകെ 2 വർഷത്തിൽ 1 മാസമാണ് നാട്ടിൽ നിൽക്കുന്നത്. അവൻ ഉള്ളതൊക്കെ വിറ്റ് പറക്കി കയ്യിലെല്ലാം കൊണ്ട് ഒരു വണ്ടി മേടിച്ചു പോയി കഴിഞ്ഞാൽ അവൻ പുത്തൻ പണക്കാരൻ. ഈ പറയുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവൻ പുത്തൻ പണക്കാരൻ, എന്ത് പാവം. ഈ പാവം മണലാരണത്തിൽ കഷ്ടപ്പെട്ട് ആകെ കിട്ടുന്ന തുണ്ടിച്ചിട്ട് നാട്ടിൽ പോയിട്ട് അത്തരം പൂശി നടക്കണേ. ഇന്ന് കുറച്ചൊക്കെ മാറി വന്നിട്ടുണ്ട്, ഇന്ന് കാലം മാറിയപ്പോ, പക്ഷെ അടിസ്ഥാനപരമായിട്ട് മാറുന്നില്ല. താങ്ക് യു ക്യൂവർ. പറയേണ്ടത് സിമ്പിളായിട്ട് പറയുക, മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ ഇത് പോയിന്റ് ഇതാണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പണം സമ്പാദിക്കുന്നത് ദുഷ്ടതയെ കൊണ്ടുവരും എന്ന ചിന്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? ഇവിടെ ചോദിക്കുന്നില്ല, നിങ്ങൾക്കുണ്ടാവില്ല. കാരണം നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ കുറേ കാലമായി. അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞു. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കുള്ള ചോദ്യം ഉണ്ടാവുന്നെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് യൂട്യൂബ് വീഡിയോന് താഴെ അവതരിപ്പിച്ചോളൂ. എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കാരും ഇല്ല, പക്ഷെ ഇത് മറ്റുള്ളവർക്ക് അറിയണം. നിങ്ങളിത് മാറ്റണം. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവരുത് എന്നുള്ള ബോധം ഉണ്ടാവാനാ പറയുന്നത്. പണം ഒരിക്കലും ദുഷ്ടതയല്ല. പണം ഇസ് എ സ്പിരിച്വൽ ആണ്, ആത്മീയതമാണ്. പണം ദൈവികമാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ അന്തരമുള്ളത് ശരിക്കും പണം ഉണ്ടാവുന്നതാണ് തികഞ്ഞ ആത്മബോധമുണ്ടാക്കുക, ഒരാളെ എനർജൈസ് ആയി നിർത്തുക. പണം, ബിക്കോസ് മണി ഈസ് അൻ എനർജി. പണമാണ് ഏറ്റവും എനർജി. നിങ്ങൾ നോക്കിയാൽ മതി, പണമുള്ളവനാണോ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായി ജീവിക്കുന്നത്, പണമില്ലാത്തവനാണോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദരിദ്രരായ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ എനർജി ഇല്ലാത്തത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് കുറേ പറയേണ്ടി വരും. രണ്ടാമത്തത്, ഇത് വല്ലവരും അനുഭവിക്കുന്നുണ്ടാവും, അനുഭവിച്ചവരുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാളെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തയുണ്ടാവും. പണക്കാരനായാൽ സമൂഹം ഒറ്റപ്പെടുത്തും, പണക്കാരനായോ സമൂഹം ഒറ്റപ്പെടുത്തും. ഇങ്ങനെ ചിന്തകളില്ലേ? ഇങ്ങനെ ചിന്തകളുണ്ട് ആൾക്കാർക്ക്, അനുഭവങ്ങളുണ്ട്. ചിന്തകൾ മാത്രമല്ല, അനുഭവങ്ങളുണ്ട്. പണക്കാരനായവനെ സമൂഹത്തിൽ എല്ലാ കാര്യത്തിൽ കൂട്ടുക അവന്റെ പണത്തെ നോക്കി മാത്രമാണ്. എല്ലാ കാര്യങ്ങളും കൂട്ടില്ല. ഇല്ല, നമുക്കുണ്ടാവില്ല, നമ്മൾക്കില്ല, നിങ്ങൾക്ക് ഇവിടെ ഇല്ല. മറ്റുള്ളവർ കാര്യം പറഞ്ഞു, ഇവിടെ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ ഇവിടെ എല്ലാം നോ തന്നെ പറയണം എന്നോട്, എന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ. പണക്കാരനായാൽ സമൂഹം ഒറ്റപ്പെടുത്തും. പണം ഉണ്ടാക്കാൻ ഉന്നത വിദ്യാഭ്യാസം തന്നെ വേണം. 222 കണ്ട നമ്പർ വന്നുകൊണ്ട് ഇവിടെ എത്ര പേരപ്പോൾ ഉള്ളത്? 222 ആൾക്കാർ കൃത്യമായി ഈ പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ. പണം ഉണ്ടാക്കാൻ ഉന്നത വിദ്യാഭ്യാസം മാത്രമേ പറ്റുള്ളൂ എന്നല്ലേ ഇപ്പോഴും കേരള ജനത ചിന്തിക്കുന്നത്? പഠിച്ചവന് മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ, അവന് മാത്രമേ പണത്തിന് യോഗ്യതയുള്ളൂ അല്ലേ? പഠിച്ച എന്തിനാ മക്കളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകണം, എന്തിനാ പൈസ ഉണ്ടാക്കണം. പഠിച്ചവർ മാത്രം. ഇന്നലെ മിനിയാന്ന് എന്നോട് 1 to 1 വന്ന ഒരാളോട് പറഞ്ഞു, അയാൾ പറഞ്ഞു, എന്റെ കുട്ടികൾ എല്ലാ ക്ലാസ്സിലും A+ ആണ് സാറേ, പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല.
ശ്രദ്ധിക്കണം, ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. സ്കൂളിൽ A+ നേടുന്നതല്ല ജീവിതത്തിൽ A+. അത് മക്കളെ വളർത്തുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വിദ്യാഭ്യാസം നേടിയവരും പണക്കാരനാണ്, വിദ്യാഭ്യാസം നേടാത്തവരും പണക്കാരനായിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. പക്ഷെ നമ്മുടെ ചിന്ത എന്താണ്? എങ്ങനെയെങ്കിലും വലിയ ഹയർ ഡിഗ്രി വാങ്ങിച്ചാൽ ജീവിതം സ്വസ്ഥമായി. ഇല്ല, അങ്ങനെ ചിന്തയേ പാടില്ല. അത് കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. കാരണം 100% ലിറ്ററേസി അല്ലേ നമുക്ക്. നമ്മളല്ലേ സമ്പൂർണ്ണ സാക്ഷരതയായ ഏക ആൾക്കാർ, വേറെ ആരും ഇല്ലല്ലോ. സമ്പത്ത് പാരമ്പര്യമായി മാത്രമേ ലഭിക്കുള്ളൂ. ഇത് നമ്മൾ എല്ലാവരും പറയാറില്ലേ. എന്റെ അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയിട്ടില്ല, അവരുടെ അച്ഛനും അമ്മയും പൈസയില്ല, പിന്നെ എനിക്കെങ്ങനെ ഉണ്ടാവും? ഇല്ലേ, ഇതില്ല എന്ന് ആരും പറയരുതേ. ഇതിപ്പോഴും നിങ്ങളിലുണ്ട്. ഇത് മാറ്റണം നമുക്ക്. എത്ര പേര് ഇവിടെ പറഞ്ഞു, എന്നോട് കുറെ ആൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും പറഞ്ഞിട്ടുണ്ട് പണ്ട്. എന്റെ അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എനിക്കെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? പാരമ്പര്യമായി കിട്ടുന്ന സാധനമാണോ സമ്പത്ത്? ഒന്നുമല്ല. പാരമ്പര്യമായ സമ്പത്തൊന്നും ആർക്കും ഹെറിഡിറ്റി ആയിട്ട് വരുന്ന സാധനങ്ങളേ അല്ല പാരമ്പര്യം. നമുക്ക് ആർക്കും ഉണ്ടാക്കാം, നിങ്ങൾക്കും ഉണ്ടാക്കാം, എനിക്കും ഉണ്ടാക്കാം, മറ്റുള്ളവർക്കും. പക്ഷെ കുറച്ച് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പണം വരുള്ളൂ, അല്ലാതെ ഒരാൾക്കും വരില്ല. നമ്മൾ പറയും അവൻ ദുഷ്ടനായതുകൊണ്ടാണ് പണം ഉണ്ടാക്കിയത്. അല്ലല്ല, അത് തെറ്റാണ്. നമുക്കാണ് അവൻ ദുഷ്ടം തോന്നുന്നത്. അവൻ ആ പണം ഉണ്ടാക്കുന്നതിന് കൃത്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് കട്ടിട്ടോ മോഷ്ടിച്ചോ എന്നുള്ളതൊന്നുമല്ല. അങ്ങനത്തെ ആരും പൈസക്കാരനാവാനും പറ്റില്ല. അവൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് മാത്രമാണ്, വിഷ്വലൈസ് ചെയ്തിട്ടും പവർ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. അവൻ കോടികളെ കണക്കുകൾ മാത്രമേ അവന്റെ തലയിലുള്ളൂ. അതുകൊണ്ടാണ് അവൻ കോടീശ്വരനായത്. 10 രൂപയും 100 രൂപയുടെയും കണക്ക് പോലും കൃത്യമായി സൂക്ഷിക്കാൻ പറ്റാത്തവൻ ഒരിക്കലും കോടീശ്വരനായിട്ടുമില്ല, അങ്ങനെ ആവുകയുമില്ല. അല്ലേ? സംഭവിക്കില്ല. അപ്പോ പിന്നൊന്ന്, അത് ഭയങ്കര രസമാണ്. 5-മത്തെ കാര്യം ഇത് എഴുതി വെക്കുന്നുണ്ടോ നിങ്ങള്? പോയിന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. 5-മത്തെ കാര്യം, ലളിത ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആർഭാടം പാടില്ല. രാവിലെ എഴുന്നേക്കണം, ഒരു ചെറിയൊരു ഡ്രസ്സ് മുണ്ടിടണം, എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകണം. കംപ്ലീറ്റ് പറയും, എന്തിനാ ഇപ്പൊ കൂടുതൽ പൈസ, നമുക്ക് എങ്ങനെയും കഞ്ഞി കുടിച്ച് ജീവിച്ചു പോയാൽ മതി. ഇതെല്ലാരും പറയുന്നില്ലേ? എത്ര പേര് പറയുന്നത്? ലളിത ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആണോ? പിന്നെ എന്തിനാണ് ജീവിതം? ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിതം? നല്ലൊരു ഷർട്ട് മുണ്ടിടുമ്പോ പറയും, ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ പറയും, ദിനേശ് അവൻ കോട്ടിട്ടിട്ടൊക്കെയാണ് കമ്പ്യൂട്ടർ ഇതിന് മുമ്പിൽ ഇരിക്കുന്നത്, ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്, അത് എന്തിന്റെ കേടാ? ഇത് പറയുന്നവരുണ്ടാവില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കും ഒരു കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അല്ലേ? അടുത്തത്, 6-മത്തത്, പണം സമ്പാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഇല്ലാന്ന് ഇവിടെ പറയും. ഇതെല്ലാവരും എസ് പറഞ്ഞ അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഇല്ല ഈ ചിന്ത. പണം സമ്പാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടില്ല ഈ സാധനം. ഇപ്പൊ എല്ലാവരും നോ പറയുള്ളൂ കേട്ടോ, നോ സമയത്ത് പറയൂ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു അസസ്മെന്റ് എടുക്കട്ടെ, ഇപ്പൊ ഒരു പോൾ എടുക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞോ, പണം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട്, പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് വേ പോയാൽ മാത്രം മതി. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഈസിയാണ്. പണം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഈസിയാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, പണം ഉണ്ടാക്കാൻ ഒന്നും ചെയ്യേണ്ട, നമ്മളത് ചാലകമായി നിന്ന് കൊടുത്താൽ മതി, കൃത്യമായി വന്നു പോകും. മാനിഫെസ്റ്റേഷൻ പ്രോസസ് അതാണ്. മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന അത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഒന്നും എടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പോലെ ടെക്നിക്കുകൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പണം നിങ്ങളിലേക്ക് വന്നിരിക്കുക തന്നെ ചെയ്യും. ഇനി അതിനുള്ള പറ്റിയില്ലേ, അതിന് പറ്റുന്നില്ലേ, നിങ്ങളിൽ മാലിന്യങ്ങൾ ഉണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ മാത്രം മതി. ജേണി ടു ഹാപ്പിനെസ് പോലുള്ള കോഴ്സുകൾ കയറി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയിക്കേണ്ടത്. 100% നടക്കും. ചാലകമായി ഇതിങ്ങനെ വന്നു പോകും. നമുക്ക് അബൻഡൻസ് ഓഫ് മണിയാണ് വേണ്ടത്. വരണം, പോകണം. കാരണം മണി ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. മണിക്ക് നിന്നാൽ അത് ചക്രമാവില്ല, നടക്കുക തന്നെ ചെയ്യും. പണക്കാരനാവണമെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം. ഈ ചിന്തകളുണ്ടല്ലോ, 6-മത്തെ തോട്ട്സ് ആണ്. പണക്കാരനാവണമെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം. ജോലി കിട്ടിയവർ എത്ര പേര് പണക്കാരനായിട്ടുണ്ട്?
ജോലി മാത്രം കിട്ടിയിട്ട് പണക്കാരനാവാൻ പറ്റുമോ? എങ്കിൽ നല്ല ഡീസന്റോട് നല്ല ജോലി ചെയ്ത് എത്ര പേര് കോടീശ്വരന്മാരായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല. നല്ലൊരു ജോലി മാത്രം കിട്ടിയാൽ മതി. ജോലി കിട്ടിയാലും പൈസക്കാരനാവും, അത് ലിമിറ്റഡ്. ആൾക്ക് നന്നായിട്ട് അത് വിനിയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിലോ? കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നൊരു കുടുംബം, രണ്ടുപേർ റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സാണ്. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റിട്ടയർമെന്റ്, രണ്ടുപേർക്കും റിട്ടയർമെന്റ് ലക്ഷക്കണക്കിന് രൂപ കിട്ടി. കിട്ടിക്കഴിയുമ്പോൾ സന്തോഷപൂർവ്വം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എവിടെയെന്നറിയോ? ബിറ്റ് കോയിനിൽ മൊത്തം കാശ് ഇൻവെസ്റ്റ് ചെയ്തു. ബിറ്റ് കോയിനിൽ. ബിറ്റ് കോയിനോ എന്താപ്പാ, നിങ്ങൾ വേറെ കുറെ അങ്ങനത്തെ കുറെ മാർക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ അതിനൊന്നും മോശമായി പറയുന്നില്ല, ഉപയോഗിക്കാൻ അറിയണം, അത് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടുപേര് സീറോ. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ കടവും, ആരോഗ്യസ്ഥിതിയില്ല, കൈകാലം നടുവില്ല, കാലില്ല, ദയില്ല, 20 ലക്ഷം, 22 ലക്ഷം കടം. നല്ല ഗസറ്റഡ് ഓഫീസേഴ്സ് ആയിരുന്നു, അറിയാം. ഇതറിയാത്തതിൽ പോയി ചാടരുത്. ക്രിപ്റ്റോ കറൻസി, ഞാനതിന് മനഃപൂർവ്വം ഒഴിവാക്കാണ് വേർഡ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എനിക്കതിനോട് എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. എനിക്ക് താല്പര്യമില്ല, എനിക്കിഷ്ടമല്ലാത്ത അത്രേ ഉള്ളൂ. വേറെ വയസ്സ് ഉണ്ടാക്കുന്നവരുണ്ട് ഇതിൽ, ഇല്ലെന്നൊന്നും പറയില്ല. സ്മാർട്ടായിരിക്കണം. സ്മാർട്ടായവർക്ക് മാത്രമേ ഇത് പറ്റൂ, വെറുതെ ചെയ്യാൻ പറ്റില്ല. അതിന് കുറെ അതിൻ്റെതായ കുറെ സൈക്കോളജി ഉണ്ട്. സൈക്കോളജി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കണം. അത് കംപ്ലീറ്റ് സൈക്കോളജിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, അതല്ലാതെ പോയി ചെയ്ത്. സമ്പത്ത് സമൂഹത്തിന് അസൂയ ഉളവാക്കും. സമ്പത്ത് ഉണ്ടാകുന്നത് സമൂഹത്തിന് അസൂയ ഉളവാക്കും. 8ാമത്തെ പോയിന്റാണ്. സമ്പത്ത് ഉണ്ടാകുന്നത് സമൂഹത്തിൽ അസൂയ ഉളവാക്കും. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായതാണ് അവളെ കണ്ണുകടിക്ക് കാരണം, അല്ലേ? ഇല്ലെങ്കിൽ ഒരു വിഷയമില്ല, നല്ല ആൾക്കാരായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ വീട്ടിൽ ഒരു കാറ് മേടിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് അവളെ കണ്ണുകടി. ഇല്ല എന്ന് പറയണ്ട, ഇത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കേട്ട്, ഞാൻ പുതിയ കണ്ടുപിടിച്ചൊന്നല്ലേ, ഇത് സമൂഹത്തിലുള്ള സാധനം തന്നെയാണ്. അവിടെ തുടങ്ങും. എൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടോ, ഉണ്ടായത് വേണം. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങോട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ചെയ്തത് ശരിയായ വഴിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് അസൂയുണ്ടെങ്കിൽ അവരുടെ കാര്യം, എനിക്കെന്തിരിക്കുന്നു, അവരെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ പോണത്. ഒരാളും അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞോ. ഒരു സഹോദരി പറഞ്ഞു, കുടുംബം കാശില്ലാത്ത സമയത്ത് കുടുംബത്തിന് എല്ലാം കൊടുത്തു, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. ഒരു 10 പൈസ സേവ് ചെയ്യാതെ അവസാനമുണ്ടായ മാലയടക്കം കുടുംബത്തിന് വേണ്ടി സഹായിച്ചപ്പോൾ കുടുംബം 3 ജ്യേഷ്ഠന്മാരും 2 പെങ്ങന്മാരും കൂടി കുടുംബത്തെ വിളിച്ച് പുറത്താക്കി. ഇനി വീട്ടിൽ കയറിപ്പോയിരുന്നു. കഷ്ടപ്പെട്ട് എങ്ങനെയോ ഗൾഫിലെത്തി, അതിനുശേഷം കൂലിവേല എടുത്തും എങ്ങനെയൊക്കെ ആയി നല്ലൊരു ജോലിയിലെത്തി. ഇപ്പോൾ ഒരു മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയപ്പോൾ ഇവർക്ക് ഒറ്റ ആഗ്രഹം, എങ്ങനെയെങ്കിലും സാറേ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. വീണ്ടും അവർ വിളിക്കുന്നു, സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് കൂടില്ല, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്തേണ്ടവരെ? ഞാൻ ഒറ്റ വാക്കേ വിടും, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇനിയും ജീവിക്കാം. ആട്ടി ഉറപ്പിക്കുമ്പോൾ ഇത് ഞാൻ സമൂഹ അസൂയെ പറ്റി പറഞ്ഞതാണ്. ഞാൻ ആരും അവരെയൊന്നും കുറ്റം പറയുന്നില്ല, അവരെന്താണെന്നൊന്നും അല്ല. പക്ഷെ ചിന്തിക്കൂ, നമുക്ക് ജീവിക്കാനെങ്കിലും വേണം, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കണം, വേണം. അപ്പോ പണം ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് മാറണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട കാര്യങ്ങൾ ക്വിക്കായി പറഞ്ഞു പോകാം. ഇതിൽ വളരെ ക്രൂഷ്യലായിട്ട്, വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രക്രിയകളുണ്ട്. ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ആ പ്രക്രിയകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണം. എല്ലാവരും ചെയ്താൽ മാത്രമേ ഇതിനകത്ത് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഈസി ആയിട്ട് പറഞ്ഞുതരാം, ക്വിക്കായിട്ട് പറഞ്ഞുതരാം. ഒരു 4-5 കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പണം എന്നിലേക്ക് വരുന്ന പോലെ നിങ്ങൾ എന്നിലേക്ക് വരിക. കോഴ്സുകൾ തരാം. ജേർണി ടു ഹാപ്പിനെസ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, മണി മാനിഫെസ്റ്റേഷൻ കോഴ്സുകൾ, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. ഹിപ്നോസിസം ഉണ്ട്, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വിഷൻ ബോർഡുകളുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണം പഠിക്കണമെങ്കിൽ വരിക. ഇവിടെ സംഭവമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പണം ഉണ്ടാക്കിയെടുക്കാൻ അതിയായ ആഗ്രഹവും ആവശ്യവും ഉണ്ടാക്കിയെടുക്കുക. പണം ഉണ്ടാക്കിയെടുക്കാൻ അതിയായ ഒരു ആഗ്രഹവും ആവശ്യവും നിങ്ങൾക്ക് ഉണ്ടാവണം.
രണ്ടാമത്തെ കാര്യം, ഇതിനായുള്ള പോസിറ്റീവ് ചിന്തകൾ ഉണ്ടായിരിക്കണം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഇത് കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്ന കാര്യമില്ല. പോസിറ്റീവ്. ഇനിയോ അതുണ്ട്, പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ അതിനായുള്ള അഫ്രിമേഷൻസ് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഉള്ള ബ്രെയിൻ സെറ്റിനകത്താണ് പുറത്ത് കിടക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. ഇതൊക്കെ ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് പഴയ ക്ലാസ്സുകളിലേക്ക് പോയാൽ ഓരോന്ന് മനസ്സിലാവും. പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സമയം നമുക്ക് എടുക്കാനില്ല. പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകണം, പോസിറ്റീവ് അഫ്രിമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ അഫ്രിമേഷൻ പ്രാക്ടീസ് സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് രാവിലെ വന്നോളൂ, നമ്മുടെ അഫ്രിമേഷൻസ് എന്താ പറയുക, മെഡിറ്റേഷൻ അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിൽ ചെയ്യാം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ കുറേ അഫ്രിമേഷൻസ് വീഡിയോസ് ഞാൻ ചെയ്തിടുന്നുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. അതിലെടുത്തിട്ട് വേണ്ട അതും ഇല്ല, ഇപ്പം തന്നെ ക്വിക്കായിട്ട് ഏതെങ്കിലും അഫ്രിമേഷൻസ് വേണോ, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനതിൽ ഇട്ട് തരാം. സമയപരിമിതികൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റും. പേഴ്സണൽ ചോദിക്കരുത്, കാരണം പേഴ്സണൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് 53 പേഴ്സണൽ മെസ്സേജാണ് വന്നത്. ദൈവമേ, എനിക്ക് എൻ്റെ ഓഫീസ് പണി നടക്കില്ല, കഞ്ഞിക്കുടി പ്രധാനമായിട്ട് അവിടെയാണ്. അതുകൊണ്ട് മറുപടി കിട്ടിയില്ലേ നിങ്ങൾക്ക് തോന്നും, സാറൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണെങ്കിൽ പേഴ്സണലി, അല്ലാതെ ഇങ്ങനെയുള്ള കോമൺ കാര്യം ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമല്ലോ. അപ്പം അത് പരസ്പരം അങ്ങനെയാണല്ലോ നമുക്ക് ഉപകാരപ്രദമാക്കി മാറുന്നത്. അപ്പോൾ ചോദിച്ചോളൂ, പറയാം. കോഴ്സ് വേണ്ടവർ അഡ്മിനെ വിളിച്ചോളൂ, അഡ്മിൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരും, എന്നിട്ട് ശരിയാ. അപ്പോൾ അതിനായി ദിവസവും പോസിറ്റീവ് അഫ്രിമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇനിയോ വേറൊരു കാര്യം വളരെ പ്രധാനമായി ചെയ്യണം. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അവരവരുടെ മനസ്സിനെ ശാന്തതപ്പെടുത്തണം. മനസ്സ് ശാന്തമായാൽ മാത്രമേ എന്തെങ്കിലും അവിടെ നട്ടു വളർത്താൻ പറ്റുള്ളൂ. അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. വേറെ ഒരു പ്രക്രിയയും പറ്റില്ല. മെഡിറ്റേഷൻ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർ വിട്ടു പോവരുത്. കുറേ സമയമെടുക്കും, കാരണം അത്രയും ഇമ്പ്യൂരിറ്റീസ് നിങ്ങളിൽ ഉണ്ട് എന്നാണ് മെഡിറ്റേഷൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നിർദ്യമായി മെഡിറ്റേഷൻ നിർബന്ധമായി ചെയ്യുക. നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് ഇപ്പോൾ മെഡിറ്റേഷൻ. അത് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ മെഡിറ്റേഷൻ ഉണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ, 20-20-20 പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള മെഡിറ്റേഷൻസ്. അത് ധനവുമായി ബന്ധപ്പെട്ടാണ്. അത് അടുത്ത ആഴ്ച രാത്രിയിലായിരിക്കും ആ മെഡിറ്റേഷൻ. ഇപ്പൊ തന്നെ ഡിക്ലെയർ ചെയ്യാണ്, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന രാത്രിയാണ്. 10 മണി തൊട്ടും 11 മണി വരെയുള്ള സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് നേരെ ഉറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് പോവുക. ആദ്യത്തെ 20 മിനിറ്റ്സ് ഞാൻ ജേണൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പിന്നത്തെ 20 മിനിറ്റ്സ് നമുക്ക് അതിന്റെ അഫർമേഷൻ സെറ്റ് ചെയ്യായിരിക്കും. പിന്നത്തെ 20 മിനിറ്റ്സ് നേരെ മെഡിറ്റേഷനിലായിരിക്കും. ആ മെഡിറ്റേഷനിൽ നിന്ന് നേരെ കിടന്നുറങ്ങിക്കോളും. 3 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം റിസൾട്ട് കിട്ടിയ ആൾ ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മളോട്, ക്ലാസ് കേട്ടിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തവർക്ക് എന്തായിരിക്കും, ഇത് ഇടക്കിടക്ക് ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്, നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മെഡിറ്റേഷൻ ക്ലാസ് മാത്രമായിരിക്കും. രാത്രി നൈറ്റ് ഈ ക്ലാസ് ഉണ്ടാവില്ല, നേരെ മെഡിറ്റേഷൻ ആയിരിക്കും. 10 മണിക്ക് തന്നെ ഉറങ്ങാം. ആ ക്ലാസ് അല്ലാതെ പിന്നെയും ക്ലാസ്സുകൾ വരും, ഡിഫറെന്റ് മെഡിറ്റേഷൻസ് വരും. അത് രാത്രി ആയിരിക്കും. നേരെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ എല്ലാ പണികളും തീർത്തു വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ച് വന്നാൽ മതി. നിങ്ങൾ അതിലൂടെ ഉറങ്ങും. നമുക്ക് സമാധാനമാണ് വേണ്ടെങ്കിൽ അതുകൊണ്ട്, ഇത് ഹാപ്പിനെസ് വേണ്ടെങ്കിൽ അതുകൊണ്ട്. പക്ഷെ ജീവിതത്തിൽ ശാന്തതപ്പെടുത്താത്തടത്തോളം കാരണം നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ആ സ്ഥലത്ത് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും, ആരും പലരും ചെയ്യാൻ മടിക്കുന്ന എന്നാൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യത്തിന് പേര് പറയാം. അതിന്റെ പേരാണ് സ്വപ്നം കാണാൻ മടിക്കാതിരിക്കുക. എല്ലാവർക്കും സ്വപ്നം കാണാൻ പേടിയല്ലേ? സ്വപ്നം കാണാൻ മടിക്കുന്നയാൾക്ക് പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇപ്പോൾ നമ്മള് റീൽസും മറ്റെല്ലാം കണ്ട് ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്. സ്വപ്നം കാണാൻ ശാന്തമായി തന്നെ വേണം. സ്വപ്നം കാണുക തന്നെ. സ്വപ്നം മാത്രമേ ഉള്ളൂ നല്ലതാണ്. കണ്ടിന്യൂ, ദാറ്റ്സ് ഗുഡ് തിങ്സ്. ഇനി 6ാമത്തെ ഒരു കാര്യം കൂടി പറയാം അല്ലേ? കുറെ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? ഇതൊന്ന് പറഞ്ഞു നിർത്താട്ടോ.
അവനവനെ അറിയാത്തവന് ഒന്നിനെയും നേടാൻ സാധിക്കില്ല. അവനവനെ അറിയാത്തവന് അതെന്ന് വെച്ചാൽ അവനവൻ എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാത്തവര് ഒന്നും നേടാൻ പറ്റില്ല. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം, ആത്മീയത എന്ന് പറയുന്ന സാധനം. എനിക്ക് എന്നെ അറിയില്ലെങ്കിൽ ഞാൻ എന്ത് പ്രതികരിക്കുന്നു എന്ന് ഒരു ബോധവും ഉണ്ടാവില്ല. ഏതാണ് എനിക്ക് ശരിയെന്നും ഏതാണ് എൻ്റെ തെറ്റുമെന്നും എനിക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ശരിയും തെറ്റുമായിരിക്കും ഞാൻ. അപ്പോൾ ഞാൻ വെറും വട്ടപൂജ്യമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അവനവനെ സ്പിരിച്വാലിറ്റി ഇത് സാധ്യമാകുന്നത് നമ്മളൊക്കെ ഇവിടെ കറക്റ്റായിട്ടും ശരിയായ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്പിരിച്വാലിറ്റിയുടെ ശരിയായ വശം പറയാനാണ് ശ്രമിക്കാറുള്ളത്. മതങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ട് ഡോണ്ട് വറി, അവനവനറിയുക, സെൽഫ് ലവ്, എനിക്കെന്ത് കഴിവുണ്ട്, എനിക്കെന്ത് കഴിവുകേടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്നെ എപ്പോൾ നിർത്തണം, എന്നെ അല്ലെ വയലാർ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത് ഞാൻ ചാടി, അത് പറഞ്ഞ പോലെ നമ്മൾ ഓടിച്ചാടി പോകുന്നുണ്ടെങ്കിൽ എവിടെയാണ് കടിഞ്ഞാണിരിക്കുന്നതെന്ന് കൃത്യമായ ബോധം വേണം. ഞാൻ പറയുന്ന വാക്കുകളിലും എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രവൃത്തികളിലും ഒക്കെ എൻ്റെ ഉത്തരവാദി പൂർണ്ണമായി ഞാനാണ്, അത് എനിക്ക് മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നൊരു പൂർണ്ണ ബോധം ഉണ്ടാകുമ്പോൾ അവരാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത്, അവരാണ് അങ്ങനെ ചെയ്തത്, ഇവരാണ് ഇങ്ങനെ ആക്കിയത്, എൻ്റെ വീട്ടിൽ അവരങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോട്ടേനെ എന്ന് പറയുന്നത് നിർത്തിക്കൊള്ളുക. അതൊരിക്കലും സാധ്യമല്ല. ഞാൻ തന്നെയാണ് ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. കുറെ ദിവസമായി ഇത് പറഞ്ഞിട്ടല്ലേ, ടാഗ്ലൈൻ പറഞ്ഞിട്ട് കുറെ ദിവസമായി മറന്നുപോയി ഇടയിൽ വെച്ച്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവാണ്, മറക്കാതിരിക്കുക. ഇതാണ് കൃത്യമായി വേണ്ടത്. ഇനിയോ ഒരു കാര്യം കൂടി പറയണം അല്ലേ, മോശല്ലേ, നെഗറ്റീവ് ചിന്തകളെ ഇഗ്നോർ ചെയ്യുക. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. നെഗറ്റീവ് ചിന്തകളെ ഇഗ്നോർ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് മാകും, ഒരു കുഴപ്പമില്ല, എല്ലാരെ കൊണ്ടും പറ്റും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ജേണി ടു ഹാപ്പിനെസ്സിൽ വരിക, നിങ്ങൾക്ക് സാധ്യമാകും. കോഴ്സിന്റെ ഫീസ് അഡ്മിൻ ഉണ്ടല്ലോ ഇവിടെ, ഒന്ന് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ലെ അതും കൂടി പറയണ്ടേ അല്ലേ, ഇല്ല സാർ ഇതെല്ലാം പറഞ്ഞത് എങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു പ്രതിവിധി കാണിക്കണ്ടേ അല്ലേ, അതും കൂടി സാധ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മണി മാനിഫെസ്റ്റേഷൻ എന്ന് ഇല്ലേ, അഡ്മിനെ ഇല്ലേ ഇന്നിവിടെ, അഡ്മിനെ ഇല്ലെന്ന് ഞാൻ തന്നെ അഡ്മിനായോ. അപ്പോൾ ജേണി ടു ഹാപ്പിനെസ്സിൽ കയറുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കുക. മനസ്സൊരു വിസ്മയം എന്ന പുസ്തകം ഇപ്പം തീർന്നിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക, അതിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾക്ക് അഡ്മിൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. പുതിയ ആൾക്കാർ വന്നാലും നമ്മൾ ഗ്രൂപ്പിലുണ്ട്, അവർ ബന്ധപ്പെട്ടോളൂ, ഡീറ്റെയിൽസ് ചോദിച്ചോളൂ. കോഴ്സിൽ നമുക്ക് ഇന്നലെ ഓഫർ കൊടുത്തിരുന്നു, അത് നിങ്ങൾക്ക് വീണ്ടും ഞാൻ തരാം. നിങ്ങൾ മാറണം, വെറുതെ കോഴ്സ് എടുത്ത് നിൽക്കുക. ഞാൻ ദയവേത് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാണ്, നിങ്ങൾ എനിക്ക് കാശ് തരാനായിട്ട് ആരും കോഴ്സ് എടുക്കണ്ട, ദയവേത് എടുക്കരുത്. എനിക്ക് കാശ് വേണം, പക്ഷെ അതിനായിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കണ്ട. നിങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും മാറ്റപ്പെടുത്താൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലാതെ വന്നിട്ടൊരു കാര്യം, ഞാൻ മറ്റെല്ലാവരും പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. എനിക്ക് ആവശ്യം നിങ്ങളിൽ മാറ്റം ഉണ്ടാവുകയാണ്. അതിന് ഏതറ്റം വരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സമയത്തിനനുസരിച്ചല്ലേ, എൻ്റെ എനർജി അല്ലേ ഞാൻ തരുന്നത്. ടൈം പ്ലസ് എനർജി ഈസിക്കൽ ടു മണി. അതിന് കോമ്പൻസേഷൻ, അതിനായിട്ട് മാത്രം ഒരിത് എനിക്ക് തരേണ്ടി വരും എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ആഗ്രഹം ഉണ്ടാവുകയല്ല പ്രധാനം, ആഗ്രഹത്തെ വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. ആഗ്രഹം ആർക്കും ഉണ്ടാക്കാം, അതിന് വലിയ സാധനം. സ്വപ്നങ്ങൾ ആർക്കും ഉണ്ടാക്കാം, കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നത്തെ വിശ്വസിക്കാൻ തയ്യാറാവുക, അപ്പോൾ മാത്രമേ അത് നമ്മുടേതായി മാറുകയുള്ളൂ. വിശ്വാസം അതല്ലേ എല്ലാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്വപ്നത്തെ കൊണ്ട്, ആഗ്രഹത്തെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അവനവന് വിശ്വസിക്കാൻ പറ്റുന്നത് മാത്രമേ ആവാവൂ. അപ്പോൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു ലവണം കൂടി ചേർക്കണം. എന്നിട്ട് അതിനെ വിശ്വാസത്തിൽ കലർത്തി നിർത്തിയാൽ അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നിങ്ങൾ ഡിസ്കഷനിൽ വിട്ടുതരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ എപ്പോഴും ആവശ്യം വരുന്നില്ല, അവിടെ സങ്കടങ്ങളില്ല. ഹാപ്പി ന്യൂസുകൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. കവിതയാണ്. കവിത
പറയുമോ? സാറ് ഞാനിങ്ങനെ പണത്തിന്റെ കാര്യമൊക്കെ എഴുതി വെച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഒരാൾ ഇച്ചിരി പൈസ തരാനുണ്ടായിരുന്നു. കുറച്ച് പൈസ ഉള്ളു കേട്ടോ, 800 രൂപ എനിക്ക് തരാനുണ്ടായിരുന്നു. മക്കൾക്ക് ഒരു 1000 രൂപയും കൊടുക്കാണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് ഞാനിങ്ങനെ എന്റെ കയ്യിലേക്ക് പണം വരുന്നില്ലല്ലോ, വരുമെന്ന് തന്നെ ഞാൻ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ അവരാ 800 രൂപയും ഇട്ട് അത് അവര് പണിയൊന്നും ഇല്ലായിരിക്കും. അപ്പൊ ഞാൻ ഓർത്താ പോട്ടെ പിന്നെ തരും എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് എനിക്ക് 1800 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു, ഞാൻ വിചാരിക്കാതെ. മക്കൾക്കുള്ള 1000 കൂടി എനിക്ക് തന്നു. അന്ന് ഒത്തിരി നന്ദി. ഞാൻ ഇതെല്ലാം എഴുതി വെക്കും, എല്ലാ ദിവസം രാവിലെ ഇരുന്ന് എഴുതും. അല്ല പിന്നെ എനിക്കറിയത്തില്ല ഇനി എന്ത് കോഴ്സാ ചേരേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ചേരണമെങ്കിൽ കുറച്ച് ദിവസം കൂടിയൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നിനും ചേരാത്തത്. ഒത്തിരി നന്ദി, താങ്ക് യു. അവിടെ ഏറ്റവും വലിയ നന്ദി അവർക്കും കൂടി നന്ദി പറയണേ, കാരണം അവരിലേക്ക് കാശ് വന്നിട്ടില്ല, നിങ്ങൾക്ക് അവർ എപ്പോഴേ നന്ദി പറഞ്ഞു, അവരോടും നന്ദി പറഞ്ഞു, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു, സാറിനോട് നന്ദി പറഞ്ഞു, എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് ഇരിക്കണം. കണ്ടപ്പം തന്നെ എനിക്ക് അത്ഭുതം വന്ന് ഞാൻ അങ്ങ് ഭയങ്കര സന്തോഷത്താൽ കിടന്ന് ഹാപ്പി വളരെ ഇതായിട്ട് പറഞ്ഞു ഞാൻ. താങ്ക് യു. കാരണം ആ അഫർമേഷന്റെ പവർ ഓഫ് അഫർമേഷൻ കണ്ട, പവർ ഓഫ് അഫർമേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, രണ്ട് കാര്യങ്ങൾ അല്ലേ. നന്ദി നിങ്ങൾ തുടങ്ങി, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, റിസൾട്ട് ഉറപ്പാണ്, യാതൊരു ഡൗട്ടും ഇല്ല, ഉറപ്പാണ്. ഇനിയും ഇല്ല, നിങ്ങളിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ കാര്യം ശരിയായിരുന്നു, അത് ഇനിയുണ്ട്. ഞാൻ ഇനി പുറകെ വരും സാറിനോട് പറയാനായിട്ട്. സാറിനോടൊന്നും പറയാൻ പറ്റണില്ലല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കുക. അപ്പം എനിക്ക് സാറിനോട് പറയണമെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. എനിക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യം കിട്ടണം. മിറാക്കിളുകൾ സംഭവിക്കട്ടെ. ഇനി കാശ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് കോഴ്സിൽ വന്നാൽ മതി. നോട്ട് ഹറി, ആ സമയമാകും അതിലേക്ക് വരും കേട്ടോ. താങ്ക് യു സാർ. ഒരു കാര്യം സാറേ, ഞാൻ ജയമോൾ ബാബുവാണേ. അപ്പം സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 2020 മാനിഫെസ്റ്റേഷൻ ചെയ്യുമായിരുന്നു. അപ്പം ഈ വിസ്താരം 3 പ്രാവശ്യമായിട്ട് മാറ്റി വെച്ച് അവരെടുക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുകയും വക്കീലിന്റെ ഫോണിനടി കേട്ടോണ്ടാ ഞാൻ ഉണർന്നത്. അപ്പൊ നാളെ തന്നെ നമുക്ക് വിസ്താരം വെച്ചേക്കാന്നും പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു പറഞ്ഞു. ഒരു കേസിന്റെ കാര്യം, മോളുടെ കേസിന്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ? അതെ. അപ്പൊ വിസ്താരം നീട്ടി വെക്കുമായിരുന്നു. അവര് സഹകരിക്കുന്നില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ, അവരുടെ വക്കീലും അവരും കൂടെ. അതാ ഞാൻ സാറിന് ഇന്ന് വോയിസ് ഇട്ടപ്പോ സാർ എനിക്ക് മറുപടി തന്നായിരുന്നു, ഇതിനൊരു കൺഫർമേഷൻ തരാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ 2020 ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് വക്കീൽ എന്നെ വിളിച്ചു, നമുക്ക് നാളെ വിസ്താരം വെച്ചാൽ അവര് സമ്മതിച്ചു എന്നും പറഞ്ഞോണ്ട് വിളിച്ചെന്നെ. ഇപ്പൊ വൈകിട്ട് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ 7 മണിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു 2020. അപ്പൊ വക്കീലിന്റെ ഫോൺ കേട്ടോണ്ടാ ഞാൻ ഉണർന്നത്. ഉണർന്നപ്പം പറഞ്ഞു നാളെ നമുക്ക് വിസ്താരം വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ 26-ാം തീയതിയാണ് കേസിന്റെ അവധി. ഒത്തിരി നന്ദി യൂണിവേഴ്സിനും സാറിനോട്. സ്വോത്രം. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് നിങ്ങളെ വോയിസ് കേട്ടത്. അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു 2 ദിവസം മുമ്പ്, ഇപ്പൊ 76 പറഞ്ഞു അവര് 76 കോർട്ടിൽ എത്തിക്കണമെങ്കിൽ എന്ത് അഫർമേഷൻ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയും നേരം താങ്ക് യു വെരി മച്ച്. അത് എനിക്കും വളരെ റിലാക്സ്ഡ് ആണ്. കാരണം ഒരു പക്ഷെ വരുന്ന മാത്രമല്ല മാം, ആ പൈസ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. കാരണം അത് കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം കിട്ടണം, കാരണം അതൊക്കെ ചീറ്റിംഗ് അല്ലേ, അത് നിലനിൽക്കും. അപ്പൊ മോളോട് പറയുമ്പോ അവള് പറഞ്ഞു സാറ് അഫർമേഷൻ തരുന്നത് എനിക്ക് അയച്ചു തന്നത് ഞാൻ അവിടെ ഇരുന്ന് ചെയ്തോളാം, എവിടെയാണല്ലോ അവിടെ ഇരുന്ന് ഞാനത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അത് നടക്കും. ഇവിടെ ഒരാൾ പറഞ്ഞ താങ്ക് യു മാം. മാം വളരെ സന്തോഷം, മാറ്റം ഉണ്ടാവട്ടെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ കൊച്ചി പ്രോഗ്രാമിലെല്ലാം വന്നിട്ട് ഇത്രയും സമയം ലേറ്റ് ആയത് എന്താ എന്നോട് പറയാന്നായിരുന്നു ഞാൻ ആലോചിച്ച കാര്യം. അതിന്റെ സമയത്ത് വന്നു, അത്രയേ ഉള്ളൂ. അതിന്റെ സമയത്ത് കൊച്ചി വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ ഡിവോഴ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, അത് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഇത്രയും കേസ് കേട്ടില്ലല്ലോ. എനിവേ നമുക്ക് നടക്കും, നാളത്തെ കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായും. ഒരു സെക്കൻഡ്, ഞാൻ ഒരാൾക്ക് ഒരു മറുപടി കൊടുത്തോട്ടെ. ഞാൻ പുതിയ മെമ്പറാണ്. എന്നോട് ഒരു കുട്ടി 10,000 രൂപ തരാനുണ്ട്, ഉടനെ കിട്ടണം, അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ്. ഒന്ന് ഈ മിനി കലാധരൻ ഒന്ന് ഇവിടെ അൺമ്യൂട്ട് ചെയ്യാവോ? നിങ്ങൾ പറഞ്ഞ വാക്കിനകത്ത് തന്നെ വലിയൊരു തെറ്റുണ്ട്. അത് കിട്ടാൻ അങ്ങനെ എഴുതിയാൽ ഈ സാധനം നിങ്ങൾക്ക് വരില്ല. ഇതാണ് ഈ ക്ലാസിന്റെ പ്രത്യേകത.
ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കിട്ടാനുണ്ട്, അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് വരില്ല. പണത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. അത്രയ്ക്കും ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഒട്ടും വരില്ല. അങ്ങനെയല്ല, ഇത് മാറ്റിപ്പിടിക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വരില്ല. എനർജി തിരിച്ചു പിടിക്കണം. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ലോ എനർജിയിലേക്ക് പോകും. അപ്പോൾ ആ പണത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അർഹതയുടെ വാക്കുകളായിരിക്കണം. എനിക്കൊരാൾ ഇത്ര തുക, എനിക്ക് തരാനുള്ള ഇത്ര തുക അയാൾ ഇന്ന തീയതിക്കകത്ത് എനിക്ക് നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞു നോക്കൂ. തിരിച്ചെഴുതൂ. ഞാൻ കറക്റ്റ് ചെയ്താണ്. സാർ എനിക്കൊരു കാര്യം പറയണ. പറഞ്ഞോളൂ. എനിക്കൊരു ഗുഡ് ന്യൂസ് സാർ. ഞാൻ വിസ അടിച്ചു. അത് പറഞ്ഞതാ. ഒരാഴ്ചയായി. എനിക്ക് എന്റെ ഒരു കൂട്ടുകാരി 400 കേടി തന്നു. 400 കേടി കുവൈറ്റിലെ 1,00,000 രൂപ. എന്റെ ശമ്പളവും കൂട്ടി ഞാൻ വിസ അടിച്ചു. വളരെ ഹാപ്പിയാണ്. ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു, സാറിനും നന്ദി പറയുന്നു. വളരെ ഹാപ്പിയാണ്. താങ്ക് യു. അത് നമുക്ക് മറ്റേ ചിട്ടി കിട്ടിയാൽ കൊടുക്കാമല്ലോ തിരിച്ച്. കൊടുക്കാം സാറേ, കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ഓക്കെ സാറേ, വളരെ നന്ദി. മെസ്സേജ് നിങ്ങൾ വേറെന്താ ഒരു മെസ്സേജ് അയച്ചത്? എനിക്കൊന്ന് ഇല്ലല്ലോ. അത് എന്റെ ക്ലാസ്സിനെ കുറിച്ചാണ്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിട്ടേ. എഴുതാനൊന്നും അറിയില്ലല്ലോ, നോക്കാണ്ട് എഴുതാൻ കിട്ടില്ലേ. വേണ്ട, കുഴപ്പമില്ല. നിങ്ങൾ എഴുതണ്ട, വോയിസ് റെക്കോർഡ് ചെയ്യാലോ. ഓക്കെ സാർ, അങ്ങനെ തന്നെ ചെയ്യാം. സാറ് പറയുമ്പോ നോട്ട് ബുക്കിൽ എഴുതാൻ പറയുമ്പോ എനിക്കത് അപ്പൊ എഴുതാൻ കിട്ടില്ല. നാട്ടിക്ക് വിളിച്ചു ചോദിച്ച് അവര് എഴുതി തരുമ്പോ അത് നോക്കിയാ ബുക്കിൽ എഴുതുന്നു. വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ മൊബൈൽ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. മൊബൈലില് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, സെൽഫ് ഗ്രൂപ്പ്. നിങ്ങളുടെ നമ്പർ തന്നെ നിങ്ങൾ ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയോ? ആരുടെയും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എക്സിറ്റ് ആയി നിങ്ങൾ മാത്രമുള്ള സെൽഫ് എന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് അതിൽ പറയുക. എന്നിട്ട് അത് തന്നെ നിങ്ങൾ കേട്ടാൽ മതി. മെസ്സേജ് ഒക്കെ നിങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അയച്ചു തരുന്നത്? അല്ലല്ല, ഇത് പറയുന്നത് ഓക്കെ സാർ. എനിക്ക് അതായത് സാർ ഓരോന്നിന്റെ എഴുതാൻ പറയുമ്പോ അത് ബുക്കിൽ അപ്പൊ എഴുതാൻ അറിയില്ല. അത് കുഴപ്പമില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളോട് കേൾക്കുന്നത്. ഓക്കെ സാർ. എന്തെങ്കിലും ഞാൻ വോയിസ് ആയിട്ട് അയച്ചു തരാം, സമയം കിട്ടും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഒരുപാട് ഓക്കെ സാർ. ഓക്കെ. കുവൈറ്റിലാണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞുണ്ടോ? നമുക്ക് പിരിയാം. സാർ, എനിക്കൊന്ന്, പക്ഷേ ഇത് പബ്ലിക്കിൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പറയണ്ട, പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. സാറിന്റെ നമ്പറിലാ? പിന്നെ എന്റെ നമ്പറിൽ അയച്ചാൽ എനിക്ക് കിട്ടും, വേറെ നമ്പറിൽ അയച്ചാൽ അവർക്ക് കിട്ടും. എനിക്ക് എന്താ സാറിന്റെ അങ്ങനെ നമ്പർ ഇല്ലല്ലോ വാട്സാപ്പ്. ഇനി ഏത് നമ്പറിൽ അഡ്മിനെ കോണ്ടാക്ട് ചെയ്യണ്ടേ? പഴയ നമ്പർ തന്നെയാണ്. ഇല്ലല്ല, പ്രസീത നമ്പർ ഉണ്ടല്ലോ, 7910 നമ്പർ ഉണ്ടല്ലോ. നിങ്ങൾ പ്രസീതല്ലേ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് മുമ്പേ? 7510792454. മറ്റേ നമ്പർ കിട്ടും. മറ്റേ നമ്പർ തിരിച്ചു വരും. ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ജിയോന് ഇന്നോ നാളെ ജിയോന്റെ നമ്പർ തിരിച്ചു കിട്ടും. ഞാൻ ഇവിടെ ബ്ലോക്ക് ആ നമ്പർ ഡിസ്കട്ട് ചെയ്ത പുതിയ അഡ്മിന്മാരിൽ ഉണ്ടാവും നമ്പർ. നോ പ്രോബ്ലം. അപ്പൊ പിരിയാം. താങ്ക് യു വെരി മച്ച്. സാർ, എനിക്ക് എന്തോ ഒരു വിഷയം വരുന്നുണ്ട്, അതുകൊണ്ടാണ് സാറിനോട് നേരിട്ട് ചോദിക്കാൻ ഇരിക്കുന്നത്. പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളോട് പേഴ്സണലി സംസാരിക്കുന്ന എനിക്ക് സമയമില്ല. കാരണം എനിക്ക് ഈ വരി 3 പേരും കൊണ്ടുപോയിട്ട് പുറത്തു പോയി ഭക്ഷണം ചെയ്യണം. വേണ്ട സാർ, പറ്റുമോ? ബർത്ത്ഡേ ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ.